എന്നും പുതുമയുമായെത്തുന്ന ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സക്കീന നാസർ. ഞാൻ ഫർസാന നിയാസ്. ഞങ്ങൾ ഇന്ന് പാരായണം ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 95 സൂറ അൻ-നിസായിലെ 102 to 105 എന്ന ആയത്തിൽ നിന്നാണ്. ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا كنت فيهم فأقمت لهم الصلاة فلتقم طائفة منهم معك وليأخذوا أسلحتهم فإذا سجدوا فليكونوا من ورائكم ولتأت طائفة أخرى لم يصلوا فليصلوا معك وليأخذوا حذرهم وأسلحتهم. ود الذين كفروا لو تغفلون عن أسلحتكم وأمتعتكم فيميلون عليكم ميلة واحدة ولا جناح عليكم إن كان بكم أذى من مطر أو كنتم مرضى أن تضعوا أسلحتكم وخذوا حذركم إن الله أعد للكافرين عذابا مهينا. നബിയെ, നീ അവരിൽ ഉണ്ടായിരിക്കുകയും എന്നിട്ട് അവർക്ക് നമസ്കാരം നിലനിർത്തി കൊടുക്കുകയും ചെയ്താൽ അവരിൽ നിന്ന് ഒരു വിഭാഗം നിന്റെ കൂടെ നിന്നുകൊള്ളട്ടെ. അവർ തങ്ങളുടെ ആയുധങ്ങൾ എടുത്തുകൊള്ളുകയും ചെയ്യട്ടെ. അങ്ങനെ അവർ സുജൂദ് ചെയ്താൽ അവർ നിങ്ങളുടെ പിൻപുറത്തായിരിക്കട്ടെ. നമസ്കരിച്ചിട്ടില്ലാത്ത മറ്റൊരു വിഭാഗം വരികയും ചെയ്യട്ടെ. എന്നിട്ട് അവർ നിന്റെ കൂടെ നമസ്കരിച്ചു കൊള്ളട്ടെ. അവർ തങ്ങളുടെ ജാഗ്രതയും തങ്ങളുടെ ആയുധങ്ങളും എടുത്തുകൊള്ളുകയും ചെയ്യട്ടെ. നിങ്ങൾ നിങ്ങളുടെ ആയുധങ്ങളെയും നിങ്ങളുടെ സാമഗ്രികളെയും സംബന്ധിച്ച് ശ്രദ്ധ വിട്ടിരുന്നെങ്കിൽ കൊള്ളാം എന്ന് അവിശ്വസിച്ചവർ മോഹിക്കുകയാണ്. എന്നാൽ അവർക്ക് നിങ്ങളുടെ മേൽ ആഞ്ഞടി നടത്താമായിരുന്നല്ലോ. നിങ്ങൾക്ക് മഴ നിമിത്തം വല്ല ശല്യവും ഉണ്ടായിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ രോഗികളായിരിക്കുകയോ ചെയ്തെങ്കിൽ നിങ്ങളുടെ മേൽ തെറ്റുമില്ല. നിങ്ങളുടെ ആയുധങ്ങൾ വെക്കുന്നതിന് എന്നാലും നിങ്ങൾ നിങ്ങളുടെ ജാഗ്രത സ്വീകരിക്കുകയും ചെയ്യണം. അതിൽ വിട്ടുവീഴ്ച വരുത്തിക്കൂടാ. നിശ്ചയമായും അവിശ്വാസികൾക്ക് അല്ലാഹു നിന്ദകരമായ ശിക്ഷ ഒരുക്കി വെച്ചിരിക്കുന്നു. فإذا قضيتم الصلاة فاذكروا الله قياما وقعودا وعلى جنوبكم فإذا اطمأننتم فأقيموا الصلاة إن الصلاة كانت على المؤمنين كتابا موقوتا. അങ്ങനെ നിങ്ങൾ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ നിൽക്കുന്നവരായും ഇരിക്കുന്നവരായും നിങ്ങളുടെ പാർശ്വങ്ങളിലായും കിടക്കുന്നവരായും കൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ ഓർമ്മിക്കുകയും ഇനി നിങ്ങൾക്ക് സമാധാനപരമായാൽ നിങ്ങൾ നമസ്കാരം മുറക്ക് നിലനിർത്തുവിൻ. കാരണം നിശ്ചയമായി നമസ്കാരം സത്യവിശ്വാസികളുടെ മേൽ സമയം നിർണയിക്കപ്പെട്ട ഒരു നിർബന്ധ നിയമമാകുന്നു.
ولا تهنوا في ابتغاء القوم إن تكونوا تألمون فإنهم يألمون كما تألمون وترجون من الله ما لا يرجون وكان الله عليما حكيما. ആ ജനതയെ തേടി പിടിക്കുന്നതിൽ നിങ്ങൾ ബലഹീനരാകരുത്. നിങ്ങൾ വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ വേദന അനുഭവിക്കുന്നത് പോലെ നിശ്ചയമായും അവരും വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. കൂടാതെ അവർ പ്രതീക്ഷിക്കുന്നില്ലാത്ത ചിലത് അള്ളാഹുവിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അള്ളാഹു എല്ലാം അറിയുന്നവനും അഗാധജ്ഞനുമാകുന്നു. إنا أنزلنا إليك الكتاب بالحق لتحكم بين الناس بما أراك الله ولا تكن للخائنين خصيما. നബിയെ, നിശ്ചയമായും നാം നിനക്ക് യഥാർത്ഥ മുറപ്രകാരം വേദഗ്രന്ഥം ഇറക്കി തന്നിരിക്കുന്നു. അള്ളാഹു നിനക്ക് കാണിച്ചു തന്ന പ്രകാരം നീ മനുഷ്യർക്കിടയിൽ വിധി കൽപ്പിക്കുവാൻ വേണ്ടി നീ വഞ്ചകന്മാർക്ക് വേണ്ടി കക്ഷി പിടിച്ച് വാദിക്കുന്നവരാവരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.